നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരിക. എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി പ്രസൻറ്റ് വിതിൻ മാൻ എന്ന് സ്വാമി വിവേകാനന്ദ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പെർഫെക്ഷൻ എന്താണ്? പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ക്യാരക്ടർ, പ്യൂർ സ്നേഹം, അത് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആ സ്നേഹത്തെ 100% മാനിഫെസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് മാറുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ഈ രീതിയിൽ യോഗയെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യോഹു സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ. യോഗസ്ഥ കുരു കർമാണി, നമ്മൾ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീപ്പായിട്ടുള്ള അർത്ഥം എന്താണ്? യോഗസ്ഥനായിട്ട്. കാരണം അതാണ് നമ്മുടെ സ്വഭാവം. യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിശുദ്ധമായിട്ടുള്ള ആ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യും. അപ്പോൾ യോഗ നമ്മുടെ സ്വഭാവമായി മാറണം. എന്നിട്ട് നമ്മളിവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ യാത്ര ശരിക്കും മുകളിൽ നിന്ന് താഴേക്കാണ്. നമ്മൾ ഇപ്പോഴും മോക്ഷത്തെക്കുറിച്ചും സാക്ഷാത്കാരത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും ആനന്ദത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാണ്. നമ്മളതിൻ്റെ വാഹകന്മാരാണ്. നമ്മളെന്തിനാ അത് അന്വേഷിച്ച് വന്നു? അപ്പോൾ അത് നൽകാൻ വന്നവരാണ്. അത് 100% എങ്ങനെയാണ് നൽകുക എന്നുള്ളത് നമുക്ക് കാണിക്കാനാണ് ശരിക്കും മാസ്റ്റേഴ്സ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ മാസ്റ്റേഴ്സ് കാണിക്കുന്നത് ക്രിയേഷനിലുള്ള ഇൻകംപ്ലീറ്റ്നെസ്സാണ് എനിക്ക് തോന്നുന്നു. ഈശ്വരൻ ആ യോഗസ്ഥനായിട്ടുള്ള ആ സ്റ്റേറ്റിൽ എത്തിച്ചേരാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ.
അപ്പോൾ യോഗസ്ഥനായി കഴിഞ്ഞാൽ ഈ തരത്തിൽ അധർമ്മം ഉണ്ടാവില്ല, വയലൻസിൻ്റെ ആവശ്യമില്ല, പണിഷ്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ല, എല്ലാം വളരെ ഹാർമോണിയസ് ആയിരിക്കും. എങ്ങനെയാണോ മുകളിൽ നിന്ന് താഴേക്ക് ഫ്ലോ ഉള്ളത്, ആ ഫ്ലോ തന്നെ തിരിച്ച് നമുക്ക് പോകാൻ പറ്റും. ആ വഴി അവിടെ ഉണ്ട്. പക്ഷെ വഴി നമ്മൾ മറന്നുപോയി. വന്ന വഴി മറക്കരുത് എന്ന് മലയാളത്തിൽ പറയും. സ്നേഹത്തിൻ്റെ പാത നമ്മൾ ജനിച്ചിട്ട് അധികം താമസിക്കാണ്ട് തന്നെ മറക്കുന്നു. കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ സ്നേഹം കൊണ്ടാണ് വളർന്നിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലൊക്കെ, ന്യൂനേറ്റൽ ICUയിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികളെ എത്ര ഭംഗിയായിട്ടാണ്, എത്ര സ്നേഹത്തോടെയാണ് പരിപാലിക്കുന്നത്. അതിനുശേഷം അമ്മമാർ എത്ര സ്നേഹത്തോടെ. അപ്പോൾ ഇത് ഹോസ്പിറ്റലിലെ കണ്ടീഷനാണ്. വീട്ടിലാകുമ്പോൾ പറയാനില്ല, അത്രയധികം സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ചെല്ലുമ്പോഴേക്കും ICUവിൻ്റെ ഉള്ളിൽ വ്യത്യാസമില്ല, ജാതി മത വ്യത്യാസങ്ങളൊന്നും, എല്ലാവരും ഒരേപോലെയാണ്. ഏത് കുട്ടിയാണെന്ന് നമുക്ക് പേര് നോക്കിയാലേ അറിയുള്ളൂ. പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഉടനെ തന്നെ കോമ്പറ്റീഷനാണ് തൻ്റെ റിലീജിയനിലേക്ക് ആക്കാനായിട്ട്. അതോട് കൂടിയിട്ട് വീഴ്ച സംഭവിച്ചു കഴിഞ്ഞു. സ്നേഹത്തിൽ വളർന്നുന്ന കുട്ടി ശരിക്കും ഫാമിലിയിലെത്തുമ്പോൾ വീഴുകയാണ് ചെയ്യുന്നത്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ആ ഒരു അന്തരീക്ഷം വീട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ, ജാതിമത വ്യത്യാസമില്ലാതെ ഈശ്വരൻ മാത്രം സംരക്ഷിക്കുന്ന ആ ഒരു സ്റ്റേറ്റ് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനെങ്കിൽ എത്ര ഭംഗിയായിട്ട് ജീവിതം നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ആ പാത, ആ നിസ്വാർത്ഥത, അത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള സമ്പത്താണ്. നമ്മളതിൽ ഇൻ്റർഫിയർ ചെയ്യരുത്. അപ്പോൾ പലവരും പല രീതിയിൽ അവരുടെ കുട്ടികളെ അവരുടെ കണ്ടീഷനിലേക്ക് മാറ്റാൻ ഉള്ള ശ്രമമാണ്. അത് എല്ലായിടത്തും കാണുന്നുണ്ട്. ജനിച്ച ഉടനെ തന്നെ തുടങ്ങുന്നു, ഒരു വയസ്സാകുമ്പോഴേ കഴിഞ്ഞു, ഡിഫറൻസ് വന്നു, പേരിട്ട് കഴിഞ്ഞു, അവരെ വളർച്ച വേറെ തരത്തിലായി. ഇപ്പോൾ ഈ കുട്ടിയെ തന്നെ എടുത്തിട്ട് വേറൊരു റിലിജിയൻ്റെ വീട്ടിൽ കൊണ്ടിട്ടാൽ അറിയാതെ ആ കുട്ടി അവിടെ വളർന്നേനെ. എന്താ വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾക്ക് ആ പ്യൂരിറ്റി നിലനിർത്താനുള്ള അവസരങ്ങൾ ഇല്ലാണ്ടാക്കാണ് ശരിക്കും ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ മറികടക്കണം, ഇതാണ് നമ്മുടെ ചലഞ്ച്. ഇപ്പോൾ ലാലാജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, ശരിക്കുള്ള ആധ്യാത്മിക യാത്ര തുടങ്ങുന്നത് കൺസെപ്ഷൻ്റെ സമയത്ത് തന്നെയാണ്. കുട്ടി ഗർഭാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ, ഒരു സോള് ശരീരത്തിലേക്ക് ചേരുന്ന മുമ്പേ 3 മാസമാകുമ്പോഴാണ് ശരീരമായിട്ട് പൂർണ്ണമായിട്ട് യോജിക്കുന്നത് എന്ന് സ്പിരിച്വൽ സ്ക്രിപ്റ്റേഴ്സും പറയുന്നു, ഇപ്പോൾ സയൻസും അത് പറയുന്നു. അപ്പം അതിനു മുമ്പേ തന്നെ ആ അവേക്കനിങ് നടക്കുകയാണെങ്കിൽ, അതായത് തിരിച്ചു പോകുന്ന പാത തുറന്നിട്ട് വേണം താഴേക്ക് ഇറങ്ങി വരാനായിട്ട്. നമ്മൾ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പാത അടച്ചു, തിരിച്ചു പോകുന്ന യാത്ര ക്ലോസ് ചെയ്യുന്ന പോലെയാണ്. കാരണം പിന്നെ ബോഡിയിലേക്ക് അമ്മ, അച്ഛൻ, ഫാമിലിയൊക്കെ അപ്പം തന്നെ ഇടപെടാൻ തുടങ്ങുന്നു. അപ്പം അതിനു മുമ്പ് തന്നെ ഒരു ഗുരു ശരിക്കുള്ള പാത, തിരിച്ചുള്ള യാത്ര കറക്റ്റ് പാത കാണിച്ചിരുന്നെങ്കിൽ ആ പാത ഈ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു വരും. അതാണ് പാത തന്നെയാണ് ലക്ഷ്യമെന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞു. ആ സ്നേഹം നൽകാൻ പറ്റുന്ന കുട്ടികളായിട്ട് ഇവിടെ വരുന്നു. സ്നേഹം ചോദിച്ചു വാങ്ങുന്ന, സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന, സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പകരം സ്നേഹം നൽകുന്ന, സമാധാനം നൽകുന്ന, കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടുള്ള, സ്വതന്ത്ര ചിന്താഗതിയുള്ള, കിട്ടിയ അവസരത്തിന് ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, സ്കിൽഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് മിസ് ചെയ്യുന്നു. കാരണം ഇവിടെയുള്ള ആൾക്കാരിൽ വളരെ ചെറിയ ആൾക്കാരെ സ്പിരിച്വൽ സീക്കേഴ്സ് തന്നെയുള്ളൂ. അതിൽ എത്രയോ ചെറിയ ശതമാനം മാത്രമേ മാസ്റ്ററുടെ ട്രാൻസ്മിഷൻ സ്വീകരിക്കാനുള്ള ഭാഗ്യമുള്ളൂ. പിന്നെ 15 വയസ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോഴേക്കും കറപ്ഷൻ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ സ്പിരിച്വൽ യാത്രയിൽ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്, തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ ആൾക്കാരെ, കുട്ടികളെ നമ്മൾ അനുഭവിക്കുന്ന ഈ നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാതെ അവർ നേർവഴിക്ക് പോയിക്കോട്ടെ, അവർ ശരിക്കുള്ള സ്നേഹം നൽകാൻ പറ്റുന്ന രീതിയിലുള്ള കുട്ടികളായിട്ട് വളരട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് അവർ നമ്മളെ പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് തോന്നുന്നത്. എപ്പോഴും കുട്ടികളാണ് വലിയ ആൾക്കാർ പഠിപ്പിച്ചിട്ട്. ജീസസ് ക്രൈസ്റ്റ് ആയാലും, ഭഗവാൻ ശ്രീകൃഷ്ണനായാലും, പ്രഹ്ലാദനായാലും, ധ്രുവനായാലും ഒക്കെ കുട്ടികളായിരുന്നു. നചികേതസ് ആയാലും ഒക്കെ കുട്ടികളാണ് ശരിക്കും ആ നിഷ്കളങ്കതയിൽ പാരൻസിനെ നേർവഴിക്ക് നയിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സിറ്റുവേഷൻ വരണമെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ കണക്ഷൻ നിലനിർത്താൻ ശരിക്കും റീഎസ്റ്റാബ്ലിഷ് ആവശ്യമില്ല. ഭാഗവത്തിൽ പറയുന്നത് ഗർഭാവസ്ഥയിൽ പ്രാർത്ഥനാഭാവത്തിലാണ് കുട്ടീനാണ്. എന്നെ ഈ ഭൂമിയിലേക്ക് വിടല്ലേ, ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോളാം, ഇത്ര ദുരിതം ഉണ്ടെങ്കിലും, ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇത്ര ദുരിതം ഉണ്ടെങ്കിലും എനിക്ക് ഇത് സന്തോഷമാണ്, കാരണം ഞാൻ അങ്ങയുടെ സ്മരണയിലാണല്ലോ
ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെയും പഴയ പോലെ തന്നെ ഞാൻ ആവും, അതുകൊണ്ട് എനിക്കിങ്ങോട്ട് വരണ്ട എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട് അത്രേ. സങ്കടം തോന്നും കേട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അത് മാറിയിട്ട് ഇവിടെ വരാൻ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്കിവിടെ വളരാൻ, നിങ്ങളുടെ ആ ഹയസ്റ്റ് തലത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാനും ഉള്ള ഇത് മേഖല ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു എന്നുള്ള തയ്യാറെടുപ്പോടു കൂടി നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഇവിടെ കുട്ടികൾ വരുന്നത് സന്തോഷത്തോടെ ഇരിക്കും. അവർ സന്തോഷത്തോട് കൂടിയിട്ട് ഇവിടെ ജീവിതം കണ്ടിന്യൂ ചെയ്യും. ഇനിയൊരു ഉയർന്ന തലത്തിലുള്ള ബോധമുള്ള ഒരു മനുഷ്യ വംശം ഇവിടെ വളരെ എളുപ്പത്തിൽ വന്നു ചേരും. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ഈ തരത്തിൽ ഉള്ളിലേക്കുള്ള കണക്ഷൻ നിലനിർത്തുന്ന ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ നയിക്കാൻ നമ്മളെ സഹായിക്കട്ടെ. ഹാർട്ട്ഫുൾനെസ് ഇതിനു വേണ്ടിയിട്ടാണ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വീണ്ടും ഹാർട്ട്ഫുൾനെസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.